ആഘോഷങ്ങൾ കഴിയുമ്പോ സ്വന്തമെന്നും ബന്ധുവെന്നും തോന്നിപ്പിച്ച് ഒരു നാൾ ഓടിപ്പോകും എല്ലാവരും. ഒറ്റയ്ക്കാകുക, അതെ, യാത്രയുടെ സുഖം, പൂർണ്ണത അതൊറ്റയ്ക്കാവുമ്പോഴാണ്. ഇങ്ങോട്ടുള്ള എല്ലാവരുടെയും യാത്ര ഒറ്റയ്ക്കായിരുന്നല്ലോ, ഇനിയും യാത്ര ഒറ്റയ്ക്ക് തന്നെ. അധികം താമസിയാതെ എന്റെ ഭർത്താവ് ദേവനാരായണൻ തമ്പുരാൻ മധുരാപുരിയിൽ നിന്ന് തിരിച്ചെത്തും. ഒപ്പം അളവറ്റ ഒരു നിധിയും ഈ കുടുംബത്തിൽ വന്നു ചേരും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടി അതിന്റെ ഗുണം ലഭിക്കുമെന്ന് കരുതിക്കോളൂ. പങ്കുവെത്താനല്ല, തമ്പുരാട്ടിയുടെ കഷ്ടപ്പാട് മാറുമല്ലോ, ഈ കണ്ണീര് തോരുമല്ലോ, അതിനാണ് എന്റെ പ്രാർത്ഥന. ആശങ്കകളുണ്ട്. ധനം ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണല്ലോ. ആ ഒരു മുന്നറിയിപ്പ് കൂടി തന്നിട്ടുണ്ട് സന്യാസി വര്യൻ. തമ്പുരാട്ടിയുടെ മനസ്സ് ദേവി കാണുന്നുണ്ടാവും, അതിനുള്ള അനുഗ്രഹവും ഉണ്ടാവും. കൊടുങ്ങല്ലൂരമ്മ ഗൗരി തമ്പുരാട്ടി കാത്തോളും. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് നിധിയുടെ അറയിലേക്കുള്ള പ്രവേശനം തെളിയുന്നത്. ദാ ഈ ദക്ഷിണ ദിക്കിൽ. ദക്ഷിണ ദിക്കിലേക്ക് പോകുന്ന യാത്രക്കാരാണ് അല്ലേ? ഇതേതാ ഈ കണ്ണുവട്ടൻ? വഴിയിൽ നിന്ന് മാറിപ്പോ. തിരക്കി പോകുന്നത് ദക്ഷിണ ദിക്കിലേക്കാണ്. ദക്ഷിണ ദിക്കെന്നാൽ മരണത്തിന്റെ ദിക്ക്, തെക്കിന്റെ തെക്കിനി, മരണത്തിന്റെ മുനമ്പ്. അറിയില്ലേ നിധി വേട്ടക്കാരെ? ഇയാൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം. നിധിക്കുള്ള ബലിയായി ഇയാളെ തന്നെ തെരഞ്ഞെടുത്താലോ?